മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കോട്ടയം നഴ്സിംഗ് കോളേജിലെ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലുണ്ടായ റാഗിങ് അതിഭീകരവും മനുഷ്യത്വരഹിതവുമാണ് എന്ന കാര്യം തർക്കമില്ലാത്തതാണ്. അത് പൊതുവായ ഒരു മനസ്സോടെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുക, ഗവൺമെൻറ് ശക്തിയായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുക എന്നുള്ളതിന് പകരം പൊതുവായ വികാരം രൂപപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കേണ്ടുന്ന രാഷ്ട്രീയ നേതൃത്വം അതുപോലെ മാധ്യമങ്ങൾ SFIയെ എങ്ങനെയാണ് കടന്നാക്രമിക്കാനാകുക എന്ന അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. SFIക്ക് യൂണിറ്റുള്ള ഒരു സംഘടനാ സംവിധാനമുള്ളതല്ല നഴ്സിംഗ് കോളേജ്. നഴ്സിംഗ് കോളേജിൽ പ്രത്യേകിച്ച് അവരുടെ തന്നെ ഒരു സ്റ്റുഡൻസ് യൂണിയനാണ് വർക്ക് ചെയ്യുന്നത്. അത് SFI ആയിട്ട് യാതൊരു ബന്ധമുള്ളതല്ല. അതിൻ്റെ തന്നെ സംസ്ഥാന നേതാവാണ് ഈ കേസിൽ തന്നെ പ്രതിയായിട്ടുള്ളത്. എന്നിട്ട് SFIയുടെ പോഷക സംഘടന എന്ന് പറഞ്ഞുകൊണ്ട് കള്ളപ്രചാരവേല, എന്തും പറയാൻ മടിയില്ലാതെ VD സതീശൻ എന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നമുക്ക് തന്നെ രാജ്യത്തിന് തന്നെ വലിയ രീതിയിലുള്ള പ്രയാസം സൃഷ്ടിക്കുന്നതാണ്. ഇമാതിരിയുള്ള നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത് എത്ര അധാർമികമായ നിലപാടാണ്, എത്ര ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ്. അദ്ദേഹം SFI ആണ് ഇതിൻ്റെ പിന്നിൽ എന്ന് വ്യാഖ്യാനിക്കുകയാണ്, വിശദീകരിക്കുകയാണ്. ഒരടിസ്ഥാനവുമില്ലാതെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതാണ് ഇവർ എടുത്തിട്ടുള്ള നിലപാട്. ഈ സംഘടനാപരമായിട്ടുള്ള എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ വ്യക്തമാകുന്ന SFIക്ക് സംഘടനയില്ലാത്ത അല്ലെങ്കിൽ വേറെ തന്നെ ഒരു പ്രത്യേക സംഘടന അവിടെ പ്രവർത്തിക്കുന്ന ആ സംഘടനയുടെ തന്നെ സംസ്ഥാന നേതാവ് SFIയുടെ പേരും പറഞ്ഞിട്ട് ഇപ്പോൾ ചില മാധ്യമങ്ങളും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വവും UDFും എല്ലാം ശക്തിയായിട്ട് SFIക്കെതിരെ വരികയാണ്. അത് SFIയുടെ കരുത്താണ് കാണിക്കുന്നത് എന്നുള്ളത് ശരിയാണ്. എന്ത് വരുമ്പോഴും SFIക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് കേരളത്തിലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഈ രീതിയിൽ ശക്തിയായിട്ട് എതിർപ്പ് നേരിടേണ്ടി വരുന്നു എന്നുള്ളത് അതിൻ്റെ കരുത്ത് തന്നെയാണ്. പക്ഷേ ആ കരുത്ത് എത്ര തെറ്റായ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൂടി കാണുമ്പോഴാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാകുക. മുമ്പ് ഇതേപോലെ തന്നെയായിരുന്നു. എന്ത് പ്രശ്നം വരുമ്പോഴും SFIക്കെതിരായിട്ടാണ് വ്യാപകമായ പ്രചാരവേല. പൂക്കോട് വെറ്റിനറി കോളേജിൽ ഒരു കുട്ടി മരിക്കുന്നത് ഉൾപ്പെടെയുള്ള സംഭവം ഉണ്ടായപ്പോൾ നമ്മുടെ ചില ദിക്സാക്ഷികളെ ഉപയോഗപ്പെടുത്തിയിട്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല, ദിക്സാക്ഷികളുടെ പേരും പറഞ്ഞിട്ട് പഞ്ചായത്ത് മെമ്പർ എന്ന് ഉൾപ്പെടെ പറഞ്ഞിട്ട് ശുചിമുറിയുടെ അടുത്ത് 2 മനുഷ്യൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അടിച്ച് കെട്ടിത്തൂക്കിയതാണ്, കൊന്നതാണ് എന്നുള്ള പ്രചാരവേല നടത്തിയവരാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ നല്ലൊരു വിഭാഗം. ആളുകൾ എന്തും കാണുമെന്ന് വിചാരിച്ചിട്ട് എന്തും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നില. അന്നേ പറഞ്ഞാണ് അത് യഥാർത്ഥത്തിൽ ആത്മഹത്യ ചെയ്തതാണ്. പക്ഷേ SFIക്കാർ കെട്ടിത്തൂക്കിയെന്നാണ് വ്യാപകമായ പ്രചാരവേല. ഏതായാലും CBI അന്വേഷണം വന്നു. CBI അന്വേഷണം വന്നപ്പോൾ CBIക്കാർ പരിശോധിച്ചു, SFIയുടെ പരാമർശമില്ല. യഥാർത്ഥത്തിൽ ഈ മാധ്യമങ്ങളെല്ലാം മാപ്പ് പറയേണ്ടതാണ് SFIയോട്. അന്നേ SFI ആണെന്നുള്ള പരാമർശമില്ല എന്ന് മാത്രമല്ല, കുട്ടി ആത്മഹത്യ ചെയ്തതാണ് എന്ന് കൃത്യമായിട്ട് പറയുകയും ചെയ്തു CBI അന്വേഷണത്തിൽ. എന്നിട്ട് യാതൊരു ഭാവഭേദവും ഇല്ലാണ്ട് പണ്ടത്തെ പോലെ തന്നെ പറഞ്ഞ് നടക്കുകയാണ് ഇപ്പോഴും ഓരോ മാധ്യമങ്ങളും. അതുപോലെ തന്നെ ഈ പറയുന്ന ആളുകളൊക്കെ ഇതിൻ്റെ വേറൊരു പതിപ്പ് തന്നെയാണ് നമുക്കെല്ലാം അറിയുന്ന വാളയാർ അമ്മ. കുറേ നടന്നല്ലോ, നിങ്ങൾ തന്നെ വാളയാർ അമ്മയെയും കൊണ്ട് നടത്തിയത് മാധ്യമങ്ങൾ. പിന്നെ ആര്? നിങ്ങളെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങളല്ല, ഒരാളല്ല, നിങ്ങളെല്ലാം കൂടി ചേർന്നിട്ടാണ് അമ്മേനെയും കൊണ്ട് നടന്നത്. അമ്മേനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി മത്സരിക്കുന്ന നിയോജകമണ്ഡലം ധർമ്മടത്ത് കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കി. എന്നിട്ട് MP രാജേഷ് മത്സരിക്കുന്ന നിയോജകമണ്ഡലത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം കുപ്പായത്തിൽ രക്തക്കറ പരണ്ട രീതിയിൽ പ്രചരണം നടത്തി, വ്യാപകമായ രീതിയിലുള്ള പ്രവർത്തനം നടത്തി. എന്നിട്ട് ഇപ്പോൾ CBI അന്വേഷണത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇതിൽ വേറെ ആരുടെ പേരുമല്ല പറഞ്ഞത്, അമ്മയുടെയും രക്ഷിതാക്കളുടെയും പേരാണ് പറഞ്ഞത്. ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്ന നിലപാട് സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായ ആത്മഹത്യയാണ് ഇതെന്ന് ഇപ്പോൾ പറഞ്ഞു. നിങ്ങൾക്ക് യാതൊരു മുണ്ടാട്ടമില്ല. നമ്മുടെ മാധ്യമങ്ങൾ ഇത്രയെല്ലാം കാര്യങ്ങൾ ഊതി വീർപ്പിച്ച് വിശദീകരിച്ച് ദൃക്സാക്ഷികളെ പോലെ തന്നെ കൃത്യമായിട്ട് ശുചിമുറിയിൽ 2 ആളുകൾ പോകുന്ന സാക്ഷ്യം ഉണ്ടായിരുന്നു എന്നൊരു പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു എന്ന് ഉൾപ്പെടെ പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തല്ലോ. ആ റിപ്പോർട്ട് കൊടുത്തവർക്ക് എന്നാൽ സാമാന്യ മര്യാദ വേണ്ടേ? സാമാന്യ യുക്തിബോധത്തെ അടിസ്ഥാനപ്പെടുത്തിയെങ്കിലും പറയാൻ തയ്യാറാവണ്ടേ? CBI നിങ്ങളെല്ലാവരും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അന്നും ഇന്നും CBI അന്വേഷണത്തിന് ഞങ്ങൾ അനുകൂലിക്കുന്നൊന്നുമല്ല. പക്ഷേ CBI കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നു, ഈ 2 കാര്യത്തിലും പറഞ്ഞു വെച്ചിരിക്കുന്നു. എന്നിട്ട് രാഷ്ട്രീയമായ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി അവിടെ കൊണ്ടുപോയിട്ട് മത്സരിച്ചു. സഖാവ് പിണറായി വിജയനെതിരായിട്ട് മത്സരിച്ചു. അന്ന് കൊടുത്ത പേരങ്ങനെയാണ്, വാളയാർ അമ്മ. ഫണ്ട് പിരിച്ചു. ആ ഫണ്ട് പിരിച്ചതിൻ്റെ കുഴപ്പം പ്രശ്നം ഇപ്പോൾ തീർന്നില്ല. ആക്ഷൻ കമ്മിറ്റി
ആക്ഷൻ കമ്മിറ്റിക്കാർ ഇപ്പോൾ പറഞ്ഞത് ഗവൺമെൻറ്റിന് CPM-നും ഗവൺമെൻറ്റിനെതിരായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയതാണെന്ന് ഇപ്പോൾ അവസാനം പറയുന്ന നിലയുണ്ടായി. അപ്പോൾ ഇതൊക്കെ വളരെ ഗൗരവതരമായ മാധ്യമ മേഖലയിലെ കള്ള പ്രചാരവേല തുറന്നു കാട്ടപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടാണ് ഞാൻ ഈ രണ്ട്